ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമാവുകയാണ് പുതിയ പാമ്പൻ പാലം. ഏപ്രിൽ 6-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലം നാടിന് സമർപ്പിക്കും. സുഗമമായ റെയിൽ ഗതാഗതം, ഒപ്പം പാക് കടലിടുക്കിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതം. 2 കിലോമീറ്റർ നീളമുള്ള പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ശക്തമായ കടൽക്കാറ്റുണ്ടായാൽ ട്രെയിൻ താനെ നിൽക്കും. എത്ര വലിയ കപ്പൽ വന്നാലും പാലം വഴിമാറിക്കൊടുക്കും. ചെലവ് 535 കോടി രൂപ. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. രാമനാഥപുരം ജില്ല മണ്ഡപം മുതൽ രാമേശ്വരം വരെ നീളുന്നതാണ് പാലം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച 105 വർഷം പഴക്കമുള്ള പാലത്തിന് പകരമാണ് മുഴുവൻ ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ പാമ്പൻ പാലം. ആകെ 2 കിലോമീറ്ററാണ് പാലത്തിന്റെ നീളം. 535 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. പാലത്തിനടിയിലൂടെ കപ്പലുകൾ കടന്നുപോകാൻ കഴിയും വിധം 17 മീറ്റർ ഉയരത്തിലാണ് വെർട്ടിക്കൽ സസ്പെൻഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഇവ 22 മീറ്റർ ലംബമായി ഉയർത്താനാകും. ഫുള്ളി ഓട്ടോമേറ്റഡ് ഇലക്ട്രോ മെക്കാനിക്കൽ സംവിധാനത്തിലാണ് പാലത്തിന്റെ പ്രവർത്തനം. പാലം ഉയർത്തുന്നതിനായി വെറും 5 മിനിറ്റും 30 സെക്കൻഡും മാത്രമാണ് ആവശ്യമുള്ളത്. ഇത് ട്രെയിൻ ഗതാഗതത്തെ തടസ്സരഹിതമാക്കുന്നു. 75 കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിൻ ഗതാഗതം സാധ്യമായ വിധത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. പാലത്തിൽ 2 ട്രാക്കുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 18.3 മീറ്റർ ഉയരത്തിലുള്ള 99 സ്പാനുകളിലാണ് പാലം നിൽക്കുന്നത്. തുരുമ്പ് പിടിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈലുകൾ തീരപ്രദേശത്തിന് അനുയോജ്യമാണ്. പാലത്തിന് 58 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനെ പ്രതിരോധിക്കാനാകും. 58 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ കാറ്റ് വീശിയാൽ പാലത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഓട്ടോമാറ്റിക്കായി നിൽക്കും. എത്ര വലിയ കപ്പൽ വന്നാലും ഒരു തടസ്സവുമില്ലാതെ കപ്പൽ ചാലിലൂടെ കടന്നു പോകാനാകും. പാലത്തിന്റെ ഭാഗമായി കടലിൽ 333 കോൺക്രീറ്റ് ഫൗണ്ടേഷനുകളും 101 കോൺക്രീറ്റ് തൂണുകളും നിർമ്മിച്ചിട്ടുണ്ട്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്.